Hi all, welcome to Steadicom MLT Academy. കേരള PSC ലാബ് ടെക്നീഷ്യൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ പ്രീവിയസ് ക്വസ്റ്റ്യൻസും അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസ്കഷനുമാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. കാരണം ഒരു PSC എക്സാമിന് പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പഠിക്കുക, അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്റ്റുകൾ പഠിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. സോ നമുക്ക് എന്തായാലും ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, cell wall deficient bacteria has no definite shape. They are known as option A spirochete, option B mycoplasma, option C actinomycetes, option D spirilla. ഏതാണ് കറക്റ്റ് ആൻസർ? യെസ്, നമുക്ക് നോക്കാം അല്ലേ. ബാക്ടീരിയക്ക് സെൽവാൾ ഇല്ലാത്ത, പ്രത്യേകിച്ച് ഷേപ്പും ഇല്ല സെൽവാളും ഇല്ലാത്ത ബാക്ടീരിയ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ആൻസർ ഏതാണ്? മൈക്കോപ്ലാസ്മ. മൈക്കോപ്ലാസ്മയ്ക്ക് സെൽവാള് ആബ്സെൻ്റ് ആണ്. കാരണം ഒരു ബാക്ടീരിയക്ക് അതിൻ്റെ സെൽവാൾ എന്ന് പറയുന്നത് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട്, അതേപോലെ തന്നെ ആ ഒരു ബാക്ടീരിയക്ക് ഷേപ്പും കൊടുക്കുന്നുണ്ട് സെൽവാൾ. ഓക്കെ, സെൽവാൾ എന്ന് പറയുന്ന സ്ട്രക്ചർ. ഈ സെൽവാൾ ആർക്ക് പ്രസൻ്റ് അല്ല? മൈക്കോപ്ലാസ്മക്ക് സെൽവാളില്ല. സോ സെൽവാൾ ഇല്ലെങ്കിൽ പ്രത്യേകിച്ച് ഷേപ്പും ഉണ്ടാവില്ല. കാരണം സെൽവാളാണ് ബാക്ടീരിയക്ക് ഷേപ്പ് കൊടുക്കുന്നത്. സോ പ്രത്യേകിച്ച് ഷേപ്പും ഇല്ല സെൽവാളും ഇല്ലാത്ത ബാക്ടീരിയ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൈക്കോപ്ലാസ്മയാണ്. മൈക്കോപ്ലാസ്മ റിലേറ്റഡ് ആയിട്ട് എപ്പോഴും ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ വാക്കിംഗ് ന്യൂമോണിയ കോസ് ചെയ്യുന്നത് ആരാണെന്ന്. മൈക്കോപ്ലാസ്മ കോസ് ചെയ്യുന്ന കണ്ടീഷനാണ് വാക്കിംഗ് ന്യൂമോണിയ എന്ന് പറയുന്ന കണ്ടീഷൻ. വാക്കിംഗ് ന്യൂമോണിയ അല്ലെങ്കിൽ പ്രൈമറി അറ്റിപ്പിക്കൽ ന്യൂമോണിയ എന്ന് പറയുന്നത്. പ്രൈമറി അറ്റിപ്പിക്കൽ ന്യൂമോണിയ നോട്ട് ചെയ്ത് വെക്കണം. സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഈ വാക്കിംഗ് ന്യൂമോണിയയും പ്രൈമറി അറ്റിപ്പിക്കൽ ന്യൂമോണിയയും. ഓക്കെ, ഇപ്പോൾ മൈക്കോപ്ലാസ്മ റിലേറ്റഡ് ആയിട്ട് നമ്മൾ എന്ത് പറഞ്ഞു? അതിന് സെൽവാൾ ഇല്ല, അതുകൊണ്ട് ഡെഫിനറ്റ് ആയിട്ട് ഷേപ്പും ഇല്ല. അത് വാക്കിംഗ് ന്യൂമോണിയ അല്ലെങ്കിൽ പ്രൈമറി അറ്റിപ്പിക്കൽ ന്യൂമോണിയ കോസ്. ഇതിൻ്റെ മറ്റൊരു പേരാണ് കേട്ടോ. ചിലപ്പോൾ ആ രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. മൈക്കോപ്ലാസ്മ ഒന്നും ചോദിക്കില്ല, പ്രൈമറി അറ്റിപ്പിക്കൽ ന്യൂമോണിയ ഓൾസോ നോൺ ആസ് എന്നുള്ള രീതിയിൽ ചോദിക്കുക. ദാറ്റ് ഈസ് വാക്കിംഗ് ന്യൂമോണിയ. ഓക്കെ, ഇനി നമുക്ക് ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കാം. ബാക്കിയുള്ള ഓപ്ഷൻസ് ഏതാണ്? സ്പൈറോകീറ്റ്സ്. സ്പൈറോകീറ്റ്സ് എന്ന് പറയുമ്പോൾ യെസ്, സ്പൈറൽ ഷേപ്പ്, പേരിൽ തന്നെ ഉണ്ട്, സ്പൈറൽ ഷേപ്പുള്ള ബാക്ടീരിയ ആണ് സ്പൈറോകീറ്റ്സ് എന്ന് പറയുന്നത്. ആരൊക്കെയാണ് സ്പൈറോകീറ്റ്സിൽ വരുന്നത്? യെസ്, ലെപ്റ്റോസ്പൈറ, ബൊറീലിയ, അതുപോലെ തന്നെ ട്രിപ്പണീംസ്, ഇവരെല്ലാവരുമാണ് സ്പൈറോകീറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ആരൊക്കെയാണ്? ലെപ്റ്റോസ്പൈറ, ബൊറീലിയ, ട്രിപ്പണീംസ്, ഇവരാണ് സ്പൈറോകീറ്റ്സ് എന്ന് പറയുന്നത്. ഇവർ സ്പൈറൽ ഷേപ്ഡ് ആയിട്ടുള്ള ബാക്ടീരിയ ആണ്. ഓക്കെ, അടുത്തത് നോക്കാം. ആക്ടിനോമൈസറ്റ്സ്. ആക്ടിനോമൈസറ്റ്സ് എന്ന് പറയുന്നത് ബ്രാഞ്ചിങ് ഫിലമെൻറ്റസ് ആയിട്ടുള്ള ബാക്ടീരിയ ആണ്. ആക്ടിനോമൈസറ്റ്സ് സാധാരണ നമ്മൾ ഫംഗസ് ആണല്ലേ ബ്രാഞ്ചിങ് ഫിലമെൻറ്റ്സ് ആയിട്ട് മോൾഡാണ് കാണാറുള്ളത്. അതേപോലെ ബ്രാഞ്ചസ് ആയിട്ട് കാണുന്ന ബാക്ടീരിയ ആണ് ആക്ടിനോമൈസറ്റ്സും നൊക്കാഡി. ആക്ടിനോമൈസറ്റ്സ് ആൻഡ് നൊക്കാഡിയ എന്ന് പറയുന്നത് ബ്രാഞ്ചസ് ആയിട്ട് കാണുന്ന ബാക്ടീരിയ ആണ്. സ്പൈറില്ല എന്ന് പറഞ്ഞാൽ സ്പൈറോകീറ്റ്സ് അല്ല കേട്ടോ, അത് കേർവ്ഡ് ഷേപ്ഡ് ആയിട്ടുള്ള ബാക്ടീരിയ ആണ് ഈ സ്പൈറില്ല എന്ന് പറയുന്നത്. പക്ഷേ അത് സ്പൈറോകീറ്റിൽ വരുന്നതല്ല ഈ സ്പൈറില്ല എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതാണ് നമുക്ക് ആദ്യത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ പറയാനുള്ളത്. മൈക്കോപ്ലാസ്മയാണ് സെൽവാൾ ഡെഫിഷ്യൻ്റ് ആയിട്ട് ഉള്ള ബാക്ടീരിയ എന്ന് പറയുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതായിരുന്നു. ഓക്കെ, നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്രിയാറ്റിൻ ഈസ് എ കെമിക്കൽ കോമ്പൗണ്ട് വിച്ച് ഈസ് സിന്തസൈസ്ഡ് ഇൻ ഹ്യൂമൻ. ഓപ്ഷൻ എ ലിവർ, ഓപ്ഷൻ ബി മസിൽ, ഓപ്ഷൻ സി സ്റ്റൊമക്ക്, ഓപ്ഷൻ ഡി ഇൻഡസ്ട്രൈൻ. ക്വസ്റ്റ്യൻ എന്താണ്? ക്രിയാറ്റിൻ. ക്രിയാറ്റിനല്ല, ക്രിയാറ്റിൻ ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ക്രിയാറ്റിൻ എന്ന് പറയുന്ന കെമിക്കൽ എവിടെ നിന്നാണ് സിന്തസൈസ് ചെയ്യുന്നത്? ഏതാണ് കറക്റ്റ് ആൻസർ വരുന്നത്? യെസ്, ലിവറാണ്. ലിവറിൽ നിന്നാണ് ക്രിയാറ്റിൻ. ലിവറിൽ മാത്രമല്ല കേട്ടോ, നമ്മളുടെ പാൻക്രിയാസിൽ നിന്നും അതേപോലെ തന്നെ കിഡ്നിയും ലിവറുമാണ് ഈ ക്രിയാറ്റിനെ സിന്തസൈസ് ചെയ്യുന്നത്. ഓക്കെ, പാൻക്രിയാസ്, കിഡ്നി ആൻഡ് ലിവറാണ് ക്രിയാറ്റിനെ സിന്തസൈസ് ചെയ്യുന്നത്. ഈ ക്രിയാറ്റിൻ്റെ ഫങ്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ മസിൽസിനുള്ള അല്ലെങ്കിൽ മസിൽ മെറ്റബോളിസത്തിനുള്ള
എനർജി പ്രൊഡ്യൂസ് ചെയ്യുക അല്ലെങ്കിൽ എനർജി കൊടുക്കുക എന്നുള്ളതാണ് ആരുടെ ഫങ്ഷൻ? ക്രിയാറ്റിൻ്റെ ഫങ്ഷൻ. നമ്മൾ ക്രിയാറ്റിനും കേട്ടിട്ടുണ്ട് അല്ലേ? ക്രിയാറ്റിനിൻ എന്താ? ക്രിയാറ്റിൻ എന്ന് പറഞ്ഞാൽ മസിൽ മെറ്റബോളിസത്തിൻ്റെ ഫലമായിട്ടുണ്ടാവുന്ന വേസ്റ്റ് പ്രൊഡക്റ്റാണ് ഈ ക്രിയാറ്റിനിൻ എന്ന് പറയുന്നത്. വേസ്റ്റ് ഫ്രം മസിൽ മെറ്റബോളിസം. മസിൽ മെറ്റബോളിസത്തിൽ നിന്ന് അല്ലെങ്കിൽ ക്രിയാറ്റിൻ മെറ്റബോളിസം കഴിഞ്ഞിട്ടുണ്ടാവുന്ന വേസ്റ്റ് ആണ് എന്ത്? ക്രിയാറ്റിനിൻ എന്ന് പറയുന്നത്. മാറിപ്പോരുത്. ക്രിയാറ്റിൻ എന്ന് പറയുന്നത് നമ്മളുടെ ലിവറിന്നും കിഡ്നിന്നും അല്ലെങ്കിൽ പാൻക്രിയാസിൽ നിന്നൊക്കെ സിന്തസൈസ് ചെയ്യുന്ന, മസിലിന് വേണ്ടിയിട്ടുള്ള എനർജി സിന്തസൈസ് ചെയ്യുന്ന ഒരു നോൺ പ്രോട്ടീൻ നൈട്രജനസ് സബ്സ്റ്റൻസ് ആണ് ക്രിയാറ്റിൻ എന്ന് പറയുന്നത്. ഈ ക്രിയാറ്റിൻ മസിലിൽ നിന്ന് മെറ്റബോളൈസ് ചെയ്തിട്ടുണ്ടാവുന്ന വേസ്റ്റ് ആണ് എന്ത്? ക്രിയാറ്റിൻ എന്ന് പറയുന്നത്. എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ക്രിയാറ്റിൻ എന്ന് പറയുന്നത് എന്ത് മെറ്റബോളിസത്തിൻ്റെ വേസ്റ്റ് പ്രൊഡക്റ്റാണ്? മസിൽ മെറ്റബോളിസത്തിൻ്റെ വേസ്റ്റ് പ്രൊഡക്റ്റാണ്. ഓക്കെ, 1-2 പോയിന്റുകൾ നമ്മളിവിടെ പഠിച്ചു. ക്രിയാറ്റിനിൻ സിന്തസൈസ്ഡ് ബൈ പാൻക്രിയാസ്, ലിവർ ആൻഡ് കിഡ്നി, ആൻഡ് ക്രിയാറ്റിനിൻ ഈസ് ദ waste product of muscle metabolism or the waste product of creatine metabolism. Okay, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. യെസ്, ഗ്രേവ്സ് ഡിസീസ് ഈസ് എ endocrine disorder caused by option A hyperthyroidism, option B hypothyroidism, option C hyperadrenalism, option D hypoadrenalism. ഏതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്? യെസ്, ഗ്രേവ്സ് ഡിസീസ് എന്ന് പറയുന്നത് അതൊരു എൻഡോക്രൈൻ ഡിസോർഡർ ആണ്. ആരാണ് കോസ് ചെയ്യുന്നത്? ഹൈപ്പർ തൈറോയിഡിസം ആണ്. നമ്മളുടെ തൈറോയിഡ് ഗ്ലാൻഡിൻ്റെ ഓവർ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ തൈറോയിഡ് ഹോർമോണിൻ്റെ ഓവർ പ്രൊഡക്ഷൻ കാരണം വരുന്ന ഒരു കണ്ടീഷനാണ് എന്ത്? ഗ്രേവ്സ് ഡിസീസ് എന്ന് പറയുന്ന കണ്ടീഷൻ. ഗ്രേവ്സ് ഡിസീസ് എന്ന് പറഞ്ഞാൽ തൈറോയിഡ് ഗ്ലാൻഡിൻ്റെ ഓവർ പ്രൊഡക്ഷൻ കാരണം വരുന്ന കണ്ടീഷനാണ്. ഓക്കെ, അപ്പം അണ്ടർ പ്രൊഡക്ഷൻ, ഹൈപ്പോ തൈറോയിഡിസം, നമ്മുടെ തൈറോയിഡ് ഗ്ലാൻഡ് ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കുറഞ്ഞാലോ? ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൂടിക്കഴിഞ്ഞാൽ വരുന്ന കണ്ടീഷനാണ് ഗ്രേവ് ഡിസീസ് എന്ന് പറഞ്ഞു. കുറഞ്ഞാൽ വരുന്ന കണ്ടീഷനാണ് എന്ത്? ഹാഷ്മോട്ടോ ഡിസീസ്. ഹാഷ്മോട്ടോ ഡിസീസ് എന്ന് പറഞ്ഞാൽ നമ്മളെ തൈറോയിഡ് ഗ്ലാൻഡിൻ്റെ പ്രൊഡക്ഷൻ കുറയുന്നത് കാരണം വരുന്ന ഡിസീസാണ് ഹാഷ്മോട്ടോ ഡിസീസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് 2 കണ്ടീഷനും കൂടി കാണാം, ഹൈപ്പർ അഡ്രിനാലിസും ഹൈപ്പോ അഡ്രിനാലിസും. അഡ്രിനൽ ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ് ആണ് ഈ കോർട്ടിസോള്, ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ് എന്നൊക്കെ പറയുന്ന ഹോർമോൺസ് അല്ലേ. അപ്പോൾ ഈ അഡ്രിനൽ ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ്, ഓവർ പ്രൊഡക്ഷൻ ഓഫ് അഡ്രിനൽ ഹോർമോൺ ആണ് ഹൈപ്പർ അഡ്രിനാലിസം എന്ന് പറയുന്നത്. അണ്ടർ പ്രൊഡക്ഷൻ, അഡ്രിനൽ ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ കുറഞ്ഞാൽ ആ കണ്ടീഷനെയാണ് നമ്മൾ ഹൈപ്പോ അഡ്രിനാലിസം എന്ന് പറയുന്നത് അല്ലേ. അങ്ങനെ അത് റിലേറ്റഡ് ആയിട്ടുള്ള 2 ഡിസീസസും കൂടി നമുക്ക് നോക്കാം. ഈ അഡ്രിനൽ ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ ആയിട്ടുള്ള കോർട്ടിസോൾ കൂടിക്കഴിഞ്ഞാൽ വരുന്ന കണ്ടീഷനാണ് ഇത്. യെസ്, കുഷിങ് ഡിസീസ് എന്ന് പറയുന്നത്. കുഷിങ് ഡിസീസ് എന്ന് പറയുമ്പോൾ അവിടെ എന്താണ് കൂടുന്നത്? കോർട്ടിസോൾ എന്ന് പറയുന്ന ഹോർമോണാണ് കൂടുന്നത്. ഈ കോർട്ടിസോൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണ്? യെസ്, അഡ്രിനൽ ഗ്ലാൻഡ് ആണ്. അപ്പം നമുക്ക് വേണമെങ്കിൽ പറയാം അതൊരു ഹൈപ്പർ അഡ്രിനാലിസം എന്ന് പറയുന്ന കണ്ടീഷനാണെന്ന്. കാരണം എന്താണ്? അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന കോർട്ടിസോൾ കൂടുകയാണ് ചെയ്യുന്നത് അവിടെ. ഓക്കെ, ചിലപ്പം ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കാം, ക്വസ്റ്റ്യൻ ഡിസീസ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷനായിട്ട് ഹൈപ്പർ അഡ്രിനാലിസം ഓർ ഹൈപ്പോ അഡ്രിനാലിസം എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ വരാം. അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ഡിസീസ് ഈസ് ദ ഇൻക്രീസ് ഇൻ കോർട്ടിസോൾ ഓർ ഡിക്രീസ് ഇൻ കോർട്ടിസോൾ എന്ന രീതിയിൽ ഓപ്ഷൻ വരാം. അപ്പോൾ 2 ഓപ്ഷൻസ് വന്നാലും നിങ്ങൾക്ക് എടുക്കാൻ അറിയണമെങ്കിൽ കൃത്യമായിട്ടുള്ള കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായിരിക്കണം. അഡ്രിനൽ ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണാണ് കോർട്ടിസോൾ കൂടിക്കഴിഞ്ഞാൽ വരുന്ന കണ്ടീഷനാണ് ക്വസ്റ്റ്യൻ ഡിസീസ്. അപ്പോൾ കോർട്ടിസോൾ കുറഞ്ഞു കഴിഞ്ഞാൽ വരുന്ന കണ്ടീഷനാണ് ഇത്. യെസ്, ആഡിസൺസ് ഡിസീസ് എന്ന് പറയുന്ന കണ്ടീഷൻ. ഓക്കെ, ഈ ആഡിസൺ ഡിസീസ് കോർട്ടിസോളിൻ്റെ അളവ് കുറയും. കോർട്ടിസോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന അപ്പോൾ എന്തായിരിക്കും? ഹൈപ്പോ അഡ്രിനാലിസം ആണ്. ഓക്കെ, ഹൈപ്പോ അഡ്രിനാലിസം. ഓക്കെ, ഗ്രേവ്സ് ഡിസീസ് എന്ന് പറഞ്ഞാൽ ഹൈപ്പർ തൈറോയിഡിസം ആണ്. ഹാഷ്മോട്ടോ ഡിസീസ് എന്ന് പറഞ്ഞാൽ ഹൈപ്പോ തൈറോയിഡിസം ആണ്. കുഷിങ് ഡിസീസ് എന്ന് പറയുമ്പോൾ അത് ഹൈപ്പർ അഡ്രിനാലിസം ആണ്.
ആഡിസൺസ് ഡിസീസ് എന്ന് പറഞ്ഞാൽ അത് ഹൈപ്പോ അഡ്രിനാലിസം ആണ്. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. യെസ്, ബ്ലാക്ക് വാട്ടർ ഫീവർ ഈസ് അസോസിയേറ്റഡ് വിത്ത് the infection of option A Plasmodium vivax, option B Plasmodium falciparum, option C Plasmodium ovale, option D Plasmodium malaria. അതായത് ക്വസ്റ്റ്യൻ എന്താണ്? ബ്ലാക്ക് വാട്ടർ ഫീവർ ഈസ് കോസ്ഡ് ബൈ, ആരാണ് ബ്ലാക്ക് വാട്ടർ ഫീവർ കോസ് ചെയ്യുന്നത്? കറക്റ്റ് ആൻസർ പ്ലാസ്മോഡിയം ഫാൽസിപ്പാരം ആണ് അല്ലേ. നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്ന എല്ലാ ഓപ്ഷൻസും പ്ലാസ്മോഡിയം വൈവാക്സ് ആയിക്കോട്ടെ ഫാൽസിപ്പാരം ആയിക്കോട്ടെ, ഇതെല്ലാവരും എന്താ കോസ് ചെയ്യുന്നത്? മലേറിയ എന്ന് പറയുന്ന കണ്ടീഷനാണ് കോസ് ചെയ്യുന്നത്. അപ്പോൾ മലേറിയൻ്റെ ഒരു കോംപ്ലിക്കേഷനാണ് ഈ ബ്ലാക്ക് വാട്ടർ ഫീവർ എന്ന് പറയുന്നത്. ആ ബ്ലാക്ക് വാട്ടർ ഫീവർ എന്ന് പറയുന്ന കോംപ്ലിക്കേഷൻ കോസ് ചെയ്യുന്നത് പ്ലാസ്മോഡിയം ഫാൽസിപ്പാരം. ഇവരെല്ലാവരും മലേറിയ കോസ് ചെയ്യും, പക്ഷേ ബ്ലാക്ക് വാട്ടർ ഫീവർ കോസ് ചെയ്യുന്നത് ആര് മാത്രമാണ്? ഫാൽസിപ്പാരം. എന്താ ഈ ബ്ലാക്ക് വാട്ടർ ഫീവർ എന്ന് പറഞ്ഞാൽ നമ്മുടെ RBC കൂടുതലായിട്ട് ലൈസ് ചെയ്ത് മാസീവായിട്ട് RBC ലൈസ് ചെയ്തിട്ട് അത് ഹീമോഗ്ലോബിൻ എങ്ങനെ കൂടും? യെസ്, യൂറിനിൽ കൂടെ കൂടുതലായിട്ട് ഹീമോഗ്ലോബിൻ ബ്ലാക്ക് കളേർഡ് ആയിട്ട് ഹീമോഗ്ലോബിൻ പോകുന്ന കണ്ടീഷൻസ് ആണ് നമ്മൾ ഈ ബ്ലാക്ക് വാട്ടർ ഫീവർ എന്ന് പറയുന്നത്. അതിൽ ഡാർക്കായിട്ട് യൂറിൻ മാറും. ഓക്കെ, ദാറ്റ് ഈസ് ബ്ലാക്ക് വാട്ടർ ഫീവർ എന്ന് പറയും. ഓക്കെ, RBC ലൈസിസ് അവിടെ കൂടാണ് ഇവിടെ ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾ പഠിക്കേണ്ട കാര്യം. ഈ ബ്ലാക്ക് വാട്ടർ ഫീവർ എന്ന് പറയുന്നത് ഫാൽസിപ്പാരത്തിൻ്റെ കോംപ്ലിക്കേഷനാണ്. എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻസ് മറ്റൊരു കോംപ്ലിക്കേഷനാണ് സെറിബ്രൽ മലേറിയ എന്ന് പറയുന്ന കോംപ്ലിക്കേഷൻ. സെറിബ്രൽ മലേറിയ എന്ന് പറയുന്ന കോംപ്ലിക്കേഷനും ആര് കോസ് ചെയ്യുന്നതാണ്? ഈ ഫാൽസിപ്പാരം കോസ് ചെയ്യുന്നതാണ്. അനീമിയ കോസ് ചെയ്യും. ഇങ്ങനെ കുറേ കോംപ്ലിക്കേഷൻസ് ഫാൽസിപ്പാരത്തിൻ്റെതുണ്ട്. കാരണം നമ്മൾ ഈ 4 പേരിലും ഏറ്റവും സീരിയസ് ആയിട്ടുള്ള മലേറിയ ആരാ, അല്ലെങ്കിൽ മലേറിയ കോസ് ചെയ്യുന്ന ഏജൻറ്റ് ആരാന്ന് ചോദിച്ചാൽ അത് പ്ലാസ്മോഡിയം ഫാൽസിപ്പാരമാണ് കേട്ടോ. കാരണം ഈ സെറിബ്രൽ നമ്മൾ ബ്രെയിനിനെ എഫക്റ്റ് ചെയ്യും, ബ്ലാക്ക് വാട്ടർ ഫീവർ കോസ് ചെയ്യും, അനീമിയ കോസ് ചെയ്യും. ഇതെല്ലാം ഫാൽസിപ്പാരത്തിൻ്റെ കോംപ്ലിക്കേഷൻസ് ആണ്. നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Select the serum cholesterol estimation method. Option A diacetyl monoxide method, option B alkaline picrate method, option C biuret method, option D Lieberman-Burchard method. ഏതാണ് കറക്റ്റ് ആൻസർ? യെസ്, ഇവിടെ ക്വസ്റ്റ്യൻ എന്താണ്? കൊളസ്ട്രോളിൻ്റെ എസ്റ്റിമേഷൻ മെത്തേഡ് ഏതൊക്കെയാണെന്നാണ് അല്ലേ ചോദിച്ചിട്ടുള്ളത്. ഇവിടെ താഴെ ഓപ്ഷൻസിൽ യെസ്, ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ലേബർമാൻ ബർച്ചാർഡ് മെത്തേഡ് എന്നുള്ളതാണ് കൊളസ്ട്രോളിൻ്റെ എസ്റ്റിമേഷൻ മെത്തേഡായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള മെത്തേഡ്സുകളൊക്കെ എന്തിനാണ്? ഈ ഡൈ അസറ്റൈൽ മോണോക്സൈഡ് മെത്തേഡ് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? നമ്മൾ യൂറിയൻ്റെ DAM-TSE എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ. യൂറിയൻ്റെ എസ്റ്റിമേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡൈ അസറ്റൈൽ മോണോക്സൈഡ് മെത്തേഡ് യൂസ് ചെയ്യാറുള്ളത്. ആൽക്കലൈൻ പിക്രേറ്റ് മെത്തേഡ് ആണെങ്കിലോ, പിക്രേറ്റ് മെത്തേഡ് നമ്മൾ ക്രിയാറ്റിനിന് വേണ്ടിയിട്ടാണ് ആൽക്കലൈൻ പിക്രേറ്റ് മെത്തേഡ് യൂസ് ചെയ്യാറുള്ളത്. അതുപോലെ ബൈയൂറേറ്റ് മെത്തേഡ് ആണെങ്കിലോ, ബൈയൂറേറ്റ് മെത്തേഡ് നമ്മൾ ചെയ്യാറുള്ളത് പ്രോട്ടീൻസിന് വേണ്ടിയിട്ടാണ് അല്ലേ. ഓക്കെ, അപ്പോൾ ഓരോ മെത്തേഡും ലേബർമാൻ ബർച്ചാർഡ് മെത്തേഡ് നമ്മൾ പറഞ്ഞു കൊളസ്ട്രോളിൻ്റെ എസ്റ്റിമേഷന് വേണ്ടിയിട്ടാണ്, ആൽക്കലൈൻ പിക്രേറ്റ് മെത്തേഡ് ക്രിയാറ്റിനിൻ്റെ എസ്റ്റിമേഷന് വേണ്ടിയിട്ടാണ്, ഡയാസറ്റൈൽ മോണോക്സൈഡ് മെത്തേഡ് യൂറിയൻ്റെ എസ്റ്റിമേഷന് വേണ്ടിയിട്ടാണ്, ബൈയൂറേറ്റ് മെത്തേഡ് പ്രോട്ടീൻ്റെ എസ്റ്റിമേഷന് വേണ്ടിയിട്ടാണ്. ഓക്കെ ഓക്കെ അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. സ്റ്റഡി ഓഫ് ഫംഗസ്. ഓപ്ഷൻ എ മൈക്കോളജി, ഓപ്ഷൻ ബി ഹിസ്റ്റോളജി, ഓപ്ഷൻ സി ഇമ്മ്യൂണോളജി, ഓപ്ഷൻ ഡി ഓസ്റ്റിയോളജി. യെസ്, എന്താണ് കറക്റ്റ് ആൻസർ? മൈക്കോളജി. മൈക്കോളജി, സ്റ്റഡി ഓഫ് ഫംഗസ് ഈസ് നോൺ ആസ് മൈക്കോളജി അല്ലേ. മൈക്കോ മീൻസ് ഫംഗസും ഓളജി മീൻസ് സ്റ്റഡി എന്നുള്ളതുമാണ് വരുന്നത്. സ്റ്റഡി എന്ന് പറഞ്ഞാൽ ഓളജി മീൻസ് സ്റ്റഡി, മൈക്കോ മീൻസ് ഫംഗസ് ആണ്. അപ്പോൾ ഹിസ്റ്റോളജി എന്ന് പറഞ്ഞാൽ എന്താ? ഹിസ്റ്റോ മീൻസ് ടിഷ്യൂ ആണ് അല്ലേ. സ്റ്റഡി ഓഫ് ടിഷ്യൂനെയാണ് നമ്മൾ എന്ത് പറയാറുള്ളത്? ഹിസ്റ്റോളജി എന്ന് പറയാറുള്ളത്. ഓക്കെ, ഇമ്മ്യൂണോളജി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് ഇമ്മ്യൂണോളജി എന്ന് പറയാം, ഇമ്മ്യൂൺ സിസ്റ്റം.
ഓസ്റ്റിയോളജി എന്ന് പറഞ്ഞാൽ ഓസ്റ്റിയോ എന്ന് പറഞ്ഞ ബോണാണ്. ബോണിനെ കുറിച്ച് പഠിക്കുന്നതിനെയാണ് നമ്മൾ ഓസ്റ്റിയോളജി എന്ന് പറയുന്നത്. അപ്പോൾ ഫംഗസിനെ കുറിച്ച് പഠിക്കുന്നതിനെ മൈക്കോളജി എന്നും, ടിഷ്യൂസിനെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ ഹിസ്റ്റോളജിയും, ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നതെങ്കിൽ ഇമ്മ്യൂണോളജിയും, ബോൺസിനെ കുറിച്ചാണ് പഠിക്കുന്നതെങ്കിൽ ഓസ്റ്റിയോളജി. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ഓക്കെ, ദ ഫോളോവിങ് എഗ് ആർ ബൈൽ സ്റ്റെയിൻഡ് എക്സെപ്റ്റ് ഓപ്ഷൻ എ അസ്കാരിസ് ലുംബ്രിക്കോയിഡ്സ്, ഓപ്ഷൻ ബി ടീനിയ സോളിയം, ഓപ്ഷൻ സി ട്രിച്ചൂറിസ് ട്രിച്ചൂറ ആൻഡ് ഓപ്ഷൻ ഡി ഹുക്ക് വർം. ഏതാണ് കറക്റ്റ് ആൻസർ? ബൈൽ സ്റ്റെയിൻഡ് എഗ് ഏതാന്നല്ല ഇവിടെ ചോദിച്ചത്, നോൺ ബൈൽ സ്റ്റെയിൻഡ്. കാരണം ബൈൽ സ്റ്റെയിൻഡിന് എക്സെപ്റ്റ് ആയിട്ടുള്ളതാണ് ചോദിച്ചത്. അപ്പോൾ നോൺ ബൈൽ സ്റ്റെയിൻഡ് എഗ് ഏതാണെന്നാണ്. കറക്റ്റ് ആൻസർ ഏതാണ്? യെസ്, ഹുക്ക് വേമിൻ്റെതാണ്. ഹുക്ക് വേം എന്ന് പറഞ്ഞാൽ ഏതാണ്? ഹുക്ക് വേമിൻ്റെ സയൻറ്റിഫിക് നെയിം എന്താണ്? യെസ്, ആങ്കൈലോസ്റ്റോമ ഡിയോഡിനെ. ആങ്കൈലോസ്റ്റോമ അല്ലേ? ആങ്കൈലോസ്റ്റോമയാണ് എന്ത്? ഹുക്ക് വേം എന്ന് പറയുന്നത്. ഓക്കെ, ഈ ആങ്കൈലോസ്റ്റോമ മാത്രമാണോ നോൺ ബൈൽ സ്റ്റെയിൻഡ്? നമുക്കൊരു ലിസ്റ്റ് ഉണ്ട്. ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ നോൺ ബൈൽ സ്റ്റെയിൻഡ് ആരൊക്കെയാണ് എന്ന് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ പിന്നെ ബൈൽ സ്റ്റെയിൻഡ് ആരൊക്കെയാണെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ആരൊക്കെയാണ് നോൺ ബൈൽ സ്റ്റെയിൻഡ് എന്ന് നോക്കാം. ഓക്കെ, അതിന് എ ഹെൻ എന്നുള്ള രീതിയിൽ പഠിച്ചു വെച്ചാൽ മതി. എ ഹെൻ. ഓക്കെ, അപ്പോൾ എ ഹെന്നിൽ ആരൊക്കെയാണ് വരുന്നത് നമുക്ക് നോക്കാം. എ ഹെന്നിൽ എ എന്ന് പറയുന്നത് ആങ്കൈലോസ്റ്റോമയാണ്. ആങ്കൈലോസ്റ്റോമയാണ് എ. ഓക്കെ, എന്ന് പറയുമ്പോൾ ഹൈമനോലെപ്സിസ്. ഹൈമനോലെപ്സിസ് നാനയാണ് എന്ന് വരുന്നത്. ഈ എന്താണ്? ഈ എന്ന് പറയുന്നത് എൻറോബിയസ് വെർമിക്കുലാരിസ് ആണ്. എൻ നെക്ടർ അമേരിക്കൻസ്. സോ അപ്പൊ ഇത്രയും പേരാണ് നോൺ ബൈൽ സ്റ്റെയിൻഡ് ആയിട്ട് വരുന്നത്. അപ്പൊ ബാക്കിയുള്ളവരൊക്കെ എന്തായിരിക്കും? ബൈൽ സ്റ്റെയിൻഡ് ആയിരിക്കും. നോൺ ബൈൽ സ്റ്റെയിൻഡ് ആയിട്ട് ഇത്രയും പേര് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളത് നമുക്ക് ബൈൽ സ്റ്റെയിൻഡ് ആയിരിക്കും എന്ന് പഠിച്ചാൽ മതി. നോൺ ബൈൽ സ്റ്റെയിൻഡ് എ ഹെൻ, എ ആങ്കൈലോസ്റ്റോമ, ദാറ്റ് ഈസ് ഓൾഡ് വേൾഡ് ഹുക്ക്വർം, എച്ച് ഹൈമനോലെപ്സിസ് നാന, ഇ എൻഡ്രോബിയസ് വെർമിക്കുലാരിസ്, എൻ നെക്ടർ അമേരിക്കൻസ്. അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ളത് നോൺ ബൈൽ സ്റ്റെയിൻഡ് ആണ്, ഹുക്ക്വർം. അതായത് നമ്മളെ ആങ്കൈലോസ്റ്റോമ ഡിയോഡിന. നെക്ടർ അമേരിക്കൻസും ഹുക്ക്വർം ആണ്, ആങ്കൈലോസ്റ്റോമ ഡിയോഡിനലും ഹുക്ക്വർം ആണ് കേട്ടോ. ഓൾഡ് വേൾഡ് ഹുക്ക്വർം എന്ന് പറയുന്നത് ആങ്കൈലോസ്റ്റോമയും ന്യൂ വേൾഡ് ഹുക്ക്വർം എന്ന് പറയുന്നത് നെക്ടർ അമേരിക്കൻസുമാണ് കേട്ടോ. ന്യൂ ഫോർ എൻ, നെക്ടർ അമേരിക്കൻ. ന്യൂ വേൾഡ് ഹുക്ക്വർമും ആങ്കൈലോസ്റ്റോമ ഓൾഡ് വേൾഡ് ഹുക്ക്വർമുമാണ്. അപ്പോൾ ഇതെന്തായാലും നമ്മൾ പഠിച്ചു വെക്കണം. അധിക ക്വസ്റ്റ്യൻ പേപ്പറിലും ഈ ഒരു ക്വസ്റ്റ്യൻ കാണാറുണ്ട്. ചിലപ്പോൾ ഓപ്ഷന് ഹുക്ക്വർം എന്നായിരിക്കില്ല, ആങ്കൈലോസ്റ്റോമ എന്നോ ഹൈമനോലെപ്സിസോ എൻഡ്രോബിയസോ ഏതെങ്കിലും ഒക്കെ ആയിരിക്കാം ചോദിക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ ഇതൊക്കെ അസ്കാരിസിൻ്റെതും ട്രിച്ചൂറിൻ്റെതും ടീനിയൻ്റെ ഒക്കെ എന്തായിരിക്കും? യെസ്, ബൈൽ സ്റ്റെയിൻഡ് ആയിരിക്കും. അത് നിങ്ങൾ പഠിച്ചു വെക്കണ്ട, കാരണം ഇത് പഠിച്ചു വെച്ചാൽ ബാക്കി എല്ലാവരും ബൈൽ സ്റ്റെയിൻഡ് ആയിരിക്കും എന്ന് നമുക്കറിയാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യൂറിൻ ക്രിസ്റ്റൽ ഈസ് ഷോയിങ് envelope appearance. Option A uric acid, option B triple phosphate, option C calcium oxalate, option D cholesterol crystal. ഏത് ഷേപ്പുള്ള ക്രിസ്റ്റൽ ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്? യെസ്, എൻവലപ്പ് ഷേപ്പുള്ള ക്രിസ്റ്റൽ ഏതാണ് എന്നാണ്. എൻവലപ്പ് ഷേപ്പുള്ളത് കാൽഷ്യം ഓക്സലേറ്റ് ക്രിസ്റ്റലിനാണ് എൻവലപ്പ് ഷേപ്പ് വരുന്നത്. അപ്പോൾ ബാക്കിയുള്ളതിൻ്റെ ഷേപ്പ് എങ്ങനെയാണ്? എൻവലപ്പ് എന്ന് പറയുമ്പോൾ ഈ ഒരു ഷേപ്പാണ് വരുന്നത് അല്ലേ? ഓക്കെ, കോമൺലി നമ്മളുടെ യൂറിനിൽ കാണുന്ന കോമൺ ക്രിസ്റ്റൽ ഏതാണെന്ന് ചോദിച്ചാലും നമുക്കത് കാൽഷ്യം ഓക്സലേറ്റ് ക്രിസ്റ്റൽ പറയാം കേട്ടോ. അങ്ങനെയും സ്ഥിരം ക്വസ്റ്റ്യൻ കാണാറുണ്ട്. കോമൺ ക്രിസ്റ്റൽ കാൽഷ്യം ഓക്സലേറ്റ് ആണ്. അതിൻ്റെ ഷേപ്പ് ഏതാണ്? എൻവലപ്പ് ഷേപ്പാണ്. അപ്പോൾ യൂറിക് ആസിഡ് ക്രിസ്റ്റൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഷേപ്പ് ഒരു ഡയമണ്ട് ഷേപ്പ് അല്ലെങ്കിൽ റോംബിക് ഷേപ്പ് എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും. ഈ ഒരു തരത്തിലായിരിക്കും നമ്മൾ യൂറിക് ആസിഡ് ക്രിസ്റ്റലിൻ്റെ ഷേപ്പ് വരുന്നത്. ട്രിപ്പിൾ ഫോസ്ഫേറ്റിൻ്റെ ക്രിസ്റ്റലിൻ്റെ ഷേപ്പ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഫീൻ ലിഡ് എന്നോ അല്ലെങ്കിൽ ഫേൺ ലീഫ്, രണ്ടും ചോദിക്കാറുണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ. 1-2 PSC ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട് ഫേൺ ലീഫും കഫീൻ ലിഡ്. ഫേൺ ലീഫ് ആൻഡ് കഫീൻ ലിഡ് അപ്പിയറൻസ് വരുന്നത് ട്രിപ്പിൾ ഫോസ്ഫേറ്റിനാണ്. കൊളസ്ട്രോൾ ക്രിസ്റ്റൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
നമുക്ക് നോച്ച്ഡ് എൻഡ്, ഒരു ജസ്റ്റ് ട്രയാങ്കിളൊക്കെ ആയിരിക്കും, പക്ഷേ അതിനൊരു നോച്ച്ഡ് എൻഡ് ആയിരിക്കും ഉണ്ടാവുക, ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഇങ്ങനെയുള്ള ക്രിസ്റ്റലാണ് നമ്മൾ കൊളസ്ട്രോൾ ക്രിസ്റ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഓരോന്നിൻ്റെ ഷേപ്പും ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മളത് പഠിച്ചു വെക്കേണ്ടതുണ്ട്. ട്രിപ്പിൾ ഫോസ്ഫേറ്റിൻ്റെത് നമ്മൾ കഫീൻ ലിഡ് അപ്പിയറൻസ് അല്ലെങ്കിൽ ഫേൺ ലീഫ് അപ്പിയറൻസ് ആണ് വരുന്നത്. യൂറിക് ആസിഡിൻ്റെത് നമ്മൾ ഒരു ഡയമണ്ട് ഷേപ്പ്, റോംബിക് ഷേപ്പ് എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും വരിക. കാൽഷ്യം ഓക്സലേറ്റ് എൻവലപ്പ് ഷേപ്പാണ് വരുന്നത്. കൊളസ്ട്രോള് റെക്റ്റാങ്കിൾ വിത്ത് നോച്ച്ഡ് എൻഡ്. ഈ ഒരു നോച്ച്ഡ് എൻഡ് എന്നുള്ള പോയിന്റ് ആണ് നിങ്ങൾ അവിടെ എന്ത് ചെയ്യേണ്ടത്, മാർക്ക് ചെയ്ത് വെക്കേണ്ടത്, നോച്ച്ഡ് എൻഡ് എന്നുള്ള പോയിന്റ്. ഓക്കെ, സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Next question. In which parasitic infection DC provocation test is used for? Option A, Wuchereria bancrofti. Option B, Ascaris lumbricoides. Option C, Entamoeba histolytica. Option D, tapeworm. Correct answer ഏതാണ്? നമ്മൾ DC provocation test എന്ന് പറയുന്ന ടെസ്റ്റ് യൂസ് ചെയ്യുന്നത് ആർക്ക് വേണ്ടിയിട്ടാണെന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. യെസ്, DC പ്രൊവോക്കേഷൻ ടെസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാണ്? വുച്ചറേറിയ ബാങ്ക്രോഫ്റ്റിൻ്റെ ഡയഗ്നോസിസിന് വേണ്ടിയിട്ടാണ്. വുച്ചറേറിയ ബാങ്ക്രോഫ്റ്റ് DC പ്രൊവോക്കേഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ ഹെട്രാസൻ പ്രൊവോക്കേഷൻ ടെസ്റ്റ് എന്നും പറയും കേട്ടോ. ഹെട്രാസൻ വേറൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ അങ്ങനെയാണ് കണ്ടിട്ടുള്ളത്. ഹെട്രാസൻ പ്രൊവോക്കേഷൻ ടെസ്റ്റ് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? സോ ഇത് നമ്മൾ ഈ വുച്ചറേറിയ ബാങ്ക്രോഫ്റ്റ് എന്ന് പറയുന്നത് ഒരു ഫൈലേറിയാണ് അല്ലേ, ഫൈലേറിയാണ്. അതായത് ഫൈലേറിയയിൽ ചിലർ നൊക്ടേണൽ പീരിയോഡിസിറ്റി കാണിക്കുന്നവരുണ്ട്. എന്താണ് ഈ നൊക്ടേണൽ പീരിയോഡിസിറ്റി എന്ന് പറഞ്ഞാൽ? നൊക്ടോ മീൻസ് രാത്രി എന്നുള്ളതാണ്. അപ്പോൾ നൊക്ടേണൽ പീരിയോഡിസിറ്റി എന്ന് പറഞ്ഞാൽ ഇവർ രാത്രി കാലങ്ങളിലാണ് ഇതിൻ്റെ മൈക്രോഫൈലേറിയ നമ്മൾ ബ്ലഡിൽ കാണാം. അതെന്താ, നമ്മൾ ബ്ലഡിലാണ് ഇതിനെ ഡയഗ്നോസ് ചെയ്യുന്നത് അല്ലേ. അപ്പം നമ്മൾ അധികവും നോക്കുക എപ്പോഴായിരിക്കും? മോർണിംഗിലായിരിക്കും ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പം മോർണിംഗിൽ ഇതിൽ നമ്മൾ ബ്ലഡിൽ ടെസ്റ്റ് ചെയ്താൽ ഇവരെ കാണാൻ പറ്റില്ല. കാരണം എന്താണ്? ഇവർക്ക് നൊക്ടേണൽ പീരിയോഡിസിറ്റി ആണുള്ളത്. നൊക്ടേണൽ പീരിയോഡിസിറ്റി ഉള്ളവർ നൈറ്റ് ടൈമിലേ അതിൻ്റെ മൈക്രോഫൈലേറിയ ബ്ലഡിൽ കാണുള്ളൂ. ഓക്കെ, അപ്പം നമ്മൾ ഡേ ടൈമിൽ അതിനെ കാണാൻ വേണ്ടിയിട്ടാണ് ഈ DC പ്രൊവോക്കേഷൻ ടെസ്റ്റ് ചെയ്യുന്നത്. DC പ്രൊവോക്കേഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നൊക്ടേണൽ പീരിയോഡിസിറ്റി ഉള്ള ഫൈലേറിയനെ ഡേ ടൈമിൽ ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ DC അല്ലെങ്കിൽ ഹെട്രാസൻ പ്രൊവോക്കേഷൻ ടെസ്റ്റ് ചെയ്യുന്നത്. ഇതിൽ വുച്ചറേറിയ ബാങ്ക്രോഫ്റ്റി, ബ്രൂഗിയ മലൈ ഇവരൊക്കെയാണ് എന്ത്, നൊക്ടേണൽ പീരിയോഡിസിറ്റി കാണിക്കുന്നവർ. ഇപ്പോൾ ഡയേണൽ പീരിയോഡിസിറ്റി കാണിക്കുന്നവരും ഉണ്ട് ഫൈലേറിയയിൽ തന്നെ, അതായത് ഡേ ടൈമിൽ. ഇപ്പോൾ ലോവാലോവ ഒക്കെ ആണെങ്കിൽ ഡയേണൽ രാവിലെ ആണ് അവരെ നമ്മൾ കാണിക്കുന്നത്. സോ അവർക്ക് DC പ്രൊവോക്കേഷൻ ടെസ്റ്റിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല, അവർ ഓൾറെഡി മോർണിംഗിൽ അതിൻ്റെ മൈക്രോഫൈലേറിയ ബ്ലഡിൽ ഉണ്ടാവും എന്നുള്ളതാണ്. സോ DC പ്രൊവോക്കേഷൻ ടെസ്റ്റ് വേണ്ട. സോ അപ്പോൾ ഈ ഒരു കാര്യം നോട്ട് ചെയ്ത് വെക്കുക. ഇപ്പോൾ ഫൈലേറിയൽ ഡയഗ്നോസ് ചെയ്യാൻ, അതും വുച്ചറേറിയ ബാങ്ക്രോഫ്റ്റി, ബ്രൂഗിയ മലൈനെ ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് DC പ്രൊവോക്കേഷൻ ടെസ്റ്റ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. യൂസ് ഓഫ് ക്രയോസ്റ്റാറ്റ് ഇൻ ഹിസ്റ്റോപാത്തോളജി. ഓപ്ഷൻ എ, ഓട്ടോമാറ്റിക് ടിഷ്യൂ പ്രോസസ്സർ. ഓപ്ഷൻ ബി, കട്ടിംഗ് ബോൺ ടിഷ്യൂ. ഓപ്ഷൻ സി, കട്ടിംഗ് ഫ്രോസൺ ടിഷ്യൂ. ഓപ്ഷൻ ഡി, കട്ടിംഗ് ഫിക്സ്ഡ് ടിഷ്യൂ. ഏതാണ്? ക്രയോസ്റ്റാറ്റ്. ക്രയോ മീൻസ് ലോ ടെമ്പറേച്ചർ എന്നുള്ള മീനിങ് അല്ലേ. നമ്മൾ ഫ്രോസൺ സെക്ഷൻ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹിസ്റ്റോപാത്തോളജി ലാബിൽ എന്ത് യൂസ് ചെയ്യുന്നത്? ക്രയോസ്റ്റാറ്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഫ്രോസൺ ആയിട്ടുള്ള സെക്ഷൻസ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അധികം ക്രയോസ്റ്റാറ്റിൻ്റെ ടെമ്പറേച്ചർ ചിലപ്പോൾ ചോദിക്കാറുണ്ട് കേട്ടോ, അതും നോട്ട് ചെയ്ത് വെച്ചോളൂ. -20 ഡിഗ്രി സെൽഷ്യസ്. -20 ഡിഗ്രി സെൽഷ്യസ് ആണ് ക്രയോസ്റ്റാറ്റിൻ്റെ ടെമ്പറേച്ചർ എന്ന് വരുന്നത്. ഓക്കെ, അതും നോട്ട് ചെയ്ത് വെക്കുക, സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. ദ RH ആൻറ്റിബോഡി. ഓപ്ഷൻ എ IgM, ഓപ്ഷൻ ബി IgG, ഓപ്ഷൻ സി IgE, ഓപ്ഷൻ ഡി IgA. കറക്റ്റ് ആൻസർ എന്താണ്? RH ആൻറ്റിബോഡി എന്ന് പറയുന്നത് ഏത് ടൈപ്പ് ഓഫ് ആൻറ്റിബോഡിയാണ്? യെസ്, IgG ടൈപ്പ് ഓഫ് ആൻറ്റിബോഡിയാണ്. IgG ആണ് RH ആൻറ്റിബോഡി എന്ന് പറയുന്നത്. കാരണം ഇവർ ഈ RH നമ്മൾ എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു അല്ലേ.
ഈ RH ഉണ്ടാവുന്ന പ്രശ്നം കാരണം ഈ RH IgG ആൻറ്റിബോഡിക്ക് മാത്രമേ പ്ലാസൻ്റ ക്രോസ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉള്ളൂ. എല്ലാ ആൻറ്റിബോഡീസിലും IgGക്ക് മാത്രമാണ് പ്ലാസൻ്റ ക്രോസ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉള്ളത്. RH ആൻറ്റിബോഡി എന്ന് പറയുന്നത് IgG ടൈപ്പാണ്. ഇനിയിപ്പോൾ ചിലപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിൽ ABO ആൻറ്റിബോഡി ആയിരിക്കാം ചോദിക്കുന്നത്. ABO ആൻറ്റിബോഡി എന്താണ്? IgM ടൈപ്പാണ്. നാച്ചുറലി ഒക്കറിങ് ആൻറ്റിബോഡിയാണ് ABO ആൻറ്റിബോഡി എന്ന് പറയുന്നത്. RH ആൻറ്റിബോഡി എന്ന് പറയുന്നത് IgG ടൈപ്പുമാണ്. നോട്ട് ചെയ്ത് വെക്കുക, ABO ആൻറ്റിബോഡിയും RH ആൻറ്റിബോഡിയും ഏത് ടൈപ്പ് ഓഫ് ആൻറ്റിബോഡി ആണെന്നുള്ളത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഐഡിയൽ കണ്ടീഷൻ ബ്ലഡ് കളക്റ്റഡ് ഇൻ CPDA can be stored. ഓപ്ഷൻ A 14 days, ഓപ്ഷൻ B 21 days, ഓപ്ഷൻ C 24 days, ഓപ്ഷൻ D 35 days. ഏതാണ് കറക്റ്റ് ആൻസർ? ഇവിടെ ചോദിച്ചിട്ടുള്ളത് CPDA ആണ് കേട്ടോ. നോട്ട് ചെയ്യണം. CPDA നമുക്ക് എത്ര ഡേയ്സ് വരെ സ്റ്റോർ ചെയ്യാൻ പറ്റും? അതിൻ്റെ ഷെൽഫ് ലൈഫ് എത്രയാണ്? യെസ്, 35 days ആണ് നമുക്ക് അതിൻ്റെ ഷെൽഫ് ലൈഫ് വരുന്നത്. പകരം ഇപ്പോൾ CPD ആണ് ചോദിച്ചത്. CPDയോ അല്ലെങ്കിൽ ACDയോ അല്ലെങ്കിൽ CPD2 ആണ് ചോദിച്ചത്. ഇതൊക്കെ ചോദിച്ചാൽ നമുക്ക് ലൈഫ് സ്പാൻ 21 days ആണ് ഓൾമോസ്റ്റ് നമ്മൾ പറയാറുള്ളത് CPDക്കും ACDക്കും CPD2നും. പക്ഷേ അതിലേക്ക് അഡിനിനും കൂടി ആഡ് ചെയ്തപ്പോൾ അഡിനിന് ലൈഫ് സ്പാൻ, നമ്മളുടെ RBCൻ്റെ ലൈഫ് സ്പാൻ കൂട്ടൂലേ? സോ അപ്പോൾ നമുക്ക് എന്തായി? അതിൻ്റെ ലൈഫ് സ്പാൻ 35 days ആയിട്ട് മാറി. ഓക്കെ, CPDA ആണെങ്കിൽ 35 days ആണ്. ACDയോ CPDയോ CPD2 ആണെങ്കിൽ ഏതായിരിക്കും? 21 daysമാണ് അതിൻ്റെ ലൈഫ് സ്പാൻ. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെയിം ദ ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ടു മെഷർ സോഡിയം ആൻഡ് പൊട്ടാസ്യം. ഓപ്ഷൻ A കളറിമീറ്റർ, ഓപ്ഷൻ B സ്പെക്ട്രോഫോട്ടോമീറ്റർ, ഓപ്ഷൻ C ഫ്ലെയിം ഫോട്ടോമീറ്റർ, ഓപ്ഷൻ D ഫ്ലൂറിമീറ്റർ. ഏതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്? യെസ്, ഫ്ലെയിം ഫോട്ടോമീറ്റർ. കാരണം ഇവിടെ ചോദിച്ചത് സോഡിയവും പൊട്ടാസ്യത്തിൻ്റെയും മെഷർമെൻറ്റിന് നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷെ പല ക്വസ്റ്റ്യൻ പേപ്പറിലും ഈ ക്വസ്റ്റ്യൻ പല രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. ഒന്നെങ്കിൽ സോഡിയത്തിൻ്റെതെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ പൊട്ടാസ്യത്തിൻ്റെതെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഇലക്ട്രോലൈറ്റിൻ്റെതെന്ന് ചോദിക്കാം. ഇലക്ട്രോലൈറ്റ്, അതും അല്ലെങ്കിൽ ആൽക്കലി മെറ്റൽസിൻ്റെതെന്ന് ചോദിക്കാം. ഇതൊക്കെ ഞാൻ ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ ആൻസർ ഫ്ലെയിം ഫോട്ടോമീറ്റർ ആണ്. നമ്മൾ ഇലക്ട്രോലൈറ്റ്സിൻ്റെ എസ്റ്റിമേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റ് ആണ് ഈ ഫ്ലെയിം ഫോട്ടോമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, കളറിമീറ്റർ ആണ് നമുക്ക് കളേർഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസിനാണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. ഇപ്പോൾ കളർ ഇല്ലാത്തതിനും നമുക്ക് സ്പെക്ട്രോഫോട്ടോമീറ്റർ യൂസ് ചെയ്യാം അല്ലേ? ഓക്കെ, ഫ്ലൂറിമീറ്റർ ആണെങ്കിൽ അവിടെ നമ്മൾ ഫ്ലൂറസെൻസ് ആണ് ഡിറ്റക്ട് ചെയ്യുന്നത്. അപ്പോൾ സോഡിയം പൊട്ടാസ്യം പോലെയുള്ള ഇലക്ട്രോലൈറ്റ്സിൻ്റെ എസ്റ്റിമേഷന് നമ്മൾ ഏതാണ് യൂസ് ചെയ്യുന്നത്? ഫ്ലെയിം ഫോട്ടോമീറ്റർ ആണ്. അപ്പോൾ ഇങ്ങനെ മാത്രമല്ല, ഇലക്ട്രോലൈറ്റ്സിൻ്റെതും ആൽക്കലി മെറ്റൽസിൻ്റെതും ഒക്കെ ചോദിച്ചാൽ സെയിം ആൻസർ ആണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കൾച്ചർ മീഡിയ ഫോർ ഫംഗസ്. യെസ്, ഓപ്ഷൻ A RCM, ഓപ്ഷൻ B STA, ഓപ്ഷൻ C LJ, ഓപ്ഷൻ D PTA. ഏതാണ് ഫംഗസിനെ കൾച്ചർ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നത്? യെസ്, SDA, സാബ്രോസ് ഡെസ്ട്രോസ് അഗാർ എന്ന് പറയാറുണ്ട് അല്ലേ? സാബ്രോസ് ഡെസ്ട്രോസ് അഗാർ ആണ് നമ്മൾ എന്തിന് യൂസ് ചെയ്യാറുള്ളത്? ഫംഗസിൻ്റെ കൾച്ചറിന് വേണ്ടി യൂസ് ചെയ്യാറ്. അപ്പോൾ RCM റോബർട്ട്സൺ കുക്ക്ഡ് മീറ്റ് മീഡിയം. RCM നമ്മൾ യൂസ് ചെയ്യാറുള്ളത് അണേറോബിൻ്റെ കൾട്ടിവേഷന് വേണ്ടിയിട്ടാണ്. LJ മീഡിയം നമ്മൾ യൂസ് ചെയ്യാറുള്ളത് എന്തിനു വേണ്ടിയിട്ടാണ്? യെസ്, ടീബിനെ കൾട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് LJ മീഡിയം യൂസ് ചെയ്യാറുള്ളത്. PTA പൊട്ടാഷ്യം ടെല്ലൂറേറ്റ് അഗാർ. പൊട്ടാഷ്യം ടെല്ലൂറേറ്റ് അഗാർ നമ്മൾ യൂസ് ചെയ്യാറുള്ളത് കൊറിനി ബാക്ടീരിയം ഡിഫ്തീരിയൻ്റെ കേസിലാണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്? പൊട്ടാഷ്യം ടെല്ലൂറേറ്റ് അഗാർ യൂസ് ചെയ്യാറുള്ളത്. ഓക്കെ, സോ ഇതാണ് നമ്മൾ കൾച്ചർ മീഡിയയിൽ പറയാനുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ കണ്ടന്റ് ഓഫ് ക്രയോ പ്രിസിപ്പിറ്റേറ്റ്. ഓപ്ഷൻ A ഫാക്ടർ 11, ഓപ്ഷൻ B ഫാക്ടർ 6, ഓപ്ഷൻ C ഫാക്ടർ 8, ഓപ്ഷൻ D ഫാക്ടർ 9. ക്രയോ പ്രിസിപ്പിറ്റേറ്റിൻ്റെ കണ്ടന്റ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. കറക്റ്റ് ആൻസർ ഏതാണ്? ഫാക്ടർ 8.
ഫാക്ടർ 8 മാത്രമാണോ ക്രയോപ്രസിപ്പിറ്റേറ്റിലുള്ളത്? അല്ല, ഫാക്ടർ 8 വരുന്നുണ്ട്, അതേപോലെ 13 വരുന്നുണ്ട്. ഫാക്ടർ 8ഉം 13ഉം അതേപോലെ ഫൈബ്രിനോജൻ, വോൺ വില്ലിബ്രാൻഡ് ഫാക്ടർ, ഫൈബ്രിനോനെക്റ്റിൻ. ഓക്കെ, അപ്പൊ എന്തൊക്കെയാ വരുന്നത്? ഫാക്ടർ 8, 13, ഫൈബ്രിനോജന്, വോൺ വില്ലിബ്രാൻഡ് ഫാക്ടർ ആൻഡ് ഫൈബ്രിനോനെക്റ്റിൻ ആണ് ക്രയോപ്രസിപ്പിറ്റേറ്റിന്റെ കണ്ടന്റ് ആയിട്ട് വരുന്നത്. ഇത് ജസ്റ്റ് ഫാക്ടർ 13 മാത്രം ഫാക്ടർ 8 എന്ന് മാത്രം പഠിച്ചു വെച്ചാൽ പോരാ, ഇവരെല്ലാവരെയും പഠിച്ചു വെക്കണം. കാരണം എല്ലാ ഓപ്ഷനിലും എപ്പോഴും 8 തന്നെ ആയിരിക്കണം എന്നില്ല. അതുകൊണ്ട് ഇവരെല്ലാവരെയും നമ്മൾ പഠിച്ചു വെക്കണം. ഇതിലില്ലാത്തത് ഏതാ, ഇതിലുള്ളത് ഏതാന്നൊക്കെ രീതിയിൽ ക്വസ്റ്റ്യൻസ് വരാം. അപ്പൊ 8, 13, ഫൈബ്രിനോജൻ, വോൺ വില്ലിബ്രാൻഡ് ഫാക്ടർ, ഫൈബ്രോനെക്റ്റിൻ എന്നുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഹൂ ഈസ് നോൺ ആസ് ഫാദർ ഓഫ് ബാക്ടീരിയോളജി? ഓപ്ഷൻ എ ലൂയിസ് പാസ്റ്റർ, ഓപ്ഷൻ ബി ആന്റണി വോൺ ലീവൻഹുക്ക്, ഓപ്ഷൻ സി ക്രിസ്റ്റ്യൻ ഗ്രാം, ഓപ്ഷൻ ഡി റോബർട്ട് കോച്ച്. ബാക്ടീരിയോളജിന്റെ ഫാദർ ആരാണ്? ബാക്ടീരിയോളജിന്റെ ഫാദർ, യെസ്, റോബർട്ട് കോച്ച് ആണ് ബാക്ടീരിയോളജിന്റെ ഫാദർ ആയിട്ട് അറിയപ്പെടുന്നത്. ലൂയിസ് പാസ്റ്റർ എന്ന് പറയുന്നത് നമ്മൾ ഫാദർ ഓഫ് മൈക്രോബയോളജി എന്നാണ് ചോദിച്ചതെങ്കിൽ നമുക്ക് ലൂയിസ് പാസ്റ്റർ എടുക്കായിരുന്നു. ഇപ്പോൾ ഗ്രാംസ്റ്റെയിൻ കണ്ടുപിടിച്ച ആളാണ് ക്രിസ്റ്റ്യൻ ഗ്രാം എന്ന് പറയുന്നത്. ആന്റണി വീൻ ലീവൻഹുക്ക് എന്ന് പറയുമ്പോൾ മൈക്രോസ്കോപ്പിയാണ്, ഫസ്റ്റ് മൈക്രോസ്കോപ്പ്, സിമ്പിൾ മൈക്രോസ്കോപ്പ് യൂസ് ചെയ്ത ആളാണ് നമ്മൾ ആന്റണി വോൺ ലീവൻഹുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ബാക്ടീരിയോളജിന്റെ ഫാദർ റോബർട്ട് കോച്ച് ആണ് എന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The anticoagulant used for blood sugar estimation. Option A fluoride oxalate mixture, option B EDTA, option C Wintrop's mixture, option D trisodium citrate. ഏതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്? നമ്മൾ ബ്ലഡ് ഷുഗർ, ബ്ലഡ് ഗ്ലൂക്കോസ് എസ്റ്റിമേഷന് യൂസ് ചെയ്യുന്ന ആൻറ്റികോയാഗുലൻ്റ് എന്ന് പറയുന്നത് യെസ് ഫ്ലൂറൈഡ് ഓക്സലേറ്റ് മിക്സ്ചർ ആണ് അല്ലേ. കാരണം എന്തുകൊണ്ടാണ് നമുക്ക് ഈ ഫ്ലൂറൈഡ് ഓക്സലേറ്റ് മിക്സ്ചർ ഈ ഷുഗറിന് യൂസ് ചെയ്യാൻ പറ്റുന്നത്? കാരണം ഫ്ലൂറൈഡ് എന്ന് പറയുന്നത് ഗ്ലൈക്കോലൈസിസ് ഇൻഹിബിറ്റ് ചെയ്യും. കാരണം നമ്മൾ ബ്ലഡ് എടുത്ത് കഴിഞ്ഞിട്ട് അതിൽ ഗ്ലൈക്കോളൈസിസ്, ഗ്ലൂക്കോസിൻ്റെ യൂട്ടിലൈസേഷൻ നടക്കുകയാണെങ്കിൽ നമ്മൾ ഗ്ലൂക്കോസ് എസ്റ്റിമേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് എമൗണ്ട് നമുക്ക് കിട്ടില്ല. അപ്പോൾ ഗ്ലൈക്കോളൈസിസ് പ്രിവെൻറ്റ് ചെയ്യണം, എന്നാലേ കൃത്യമായിട്ടുള്ള ഗ്ലൂക്കോസിൻ്റെ എസ്റ്റിമേഷൻ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അത് ഫ്ലൂറൈഡ് ചെയ്തോളും. ഓക്സിലേറ്റ് ചെയ്താണെങ്കിൽ അതൊരു ആൻറ്റി കോയാഗുലൻ്റ് ആയിട്ട് കാൽഷ്യത്തിനെ കീലേറ്റ് ചെയ്തോളും, ആൻറ്റി കോയാഗുലൻ്റ് ആയിട്ട് ആക്ട് ചെയ്യും. അതുകൊണ്ട് ഏറ്റവും ബെസ്റ്റ് ആൻറ്റി കോയാഗുലൻ്റ് ഫോർ ഷുഗർ എസ്റ്റിമേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഫ്ലൂറൈഡ് ഓക്സിലേറ്റ് മിക്സ്ചറാണ്. ഇനി EDTA നമ്മൾ ആർക്കാണ് യൂസ് ചെയ്യാറുള്ളത്? കോമൺലി ഹെമറ്റോളജിക്കൽ ടെസ്റ്റുകൾക്കൊക്കെ നമുക്ക് EDTA ആണ് യൂസ് ചെയ്യാറുള്ളത് അല്ലേ. വിൻട്രോപ്സ് മിക്സ്ചർ അല്ലെങ്കിൽ അമോണിയം പൊട്ടാസ്യം ഓക്സലേറ്റ് എന്ന് നമുക്ക് പറയാം അല്ലേ. അമോണിയം പൊട്ടാസ്യം ഓക്സലേറ്റ്, വിൻട്രോപ്സ് മിക്സ്ചർ എന്നും പറയാറുണ്ട്. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നതിൻ്റെ എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ESR PCV ഒക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. PCVക്കൊക്കെ നമുക്ക് ഈ വിൻട്രോപ്സ് മിക്സ്ചർ യൂസ് ചെയ്യാൻ പറ്റും. ട്രൈസോഡിയം സിട്രേറ്റ് നമ്മൾ മെയിൻലി യൂസ് ചെയ്യാറുള്ളത് ESRന് യൂസ് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ കൊയാഗുലേഷൻ സ്റ്റഡി PT, APTT അങ്ങനെയുള്ള കൊയാഗുലേഷൻ സ്റ്റഡിക്കും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ട്രൈസോഡിയം സിട്രേറ്റ് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ബ്ലഡ് ഗ്ലൂക്കോസിന് നമ്മൾ ഫ്ലൂറൈഡ് ഓക്സലേറ്റ് മിക്സ്ചർ ആണ് യൂസ് ചെയ്യാറ്, ഏറ്റവും ബെസ്റ്റ് ആൻറ്റികോയാഗുലൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റുട്ടീൻലി യൂസ്ഡ് ഹിസ്റ്റോപാത്തോളജി ഫിക്സേറ്റ്. ഓപ്ഷൻ എ 100% ഫോർമാലിൻ, ഓപ്ഷൻ ബി 50% ഫോർമാലിൻ, ഓപ്ഷൻ സി 40% ഫോർമാലിൻ, ഓപ്ഷൻ ഡി 10% ഫോർമാലിൻ. സോ ഇവിടെ കറക്റ്റ് ആൻസർ ഏതാണ്? ഹിസ്റ്റോപാത്തോളജിയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫിക്സേറ്റീവ് എന്ന് പറയുന്നത് 10% ഫോർമാലിൻ ആണ് അല്ലേ. 10% ഫോർമാലിൻ. നമുക്ക് കിട്ടുന്ന ഫോർമാലിൻ നമ്മൾ 100% എന്ന് പറഞ്ഞിട്ട് നമുക്ക് കൊമേഴ്ഷ്യലി അവൈലബിൾ ആയിട്ടുള്ള ഫോർമാലിൻ തന്നെ 40% ആണ്. ഈ 40% എന്നാണ് നമ്മൾ 10% ഉണ്ടാക്കുന്നത്.
അപ്പോൾ നിങ്ങളടുത്ത് ചോദിക്കുകയാണ് കൊമേഴ്ഷ്യലി അവൈലബിൾ ആയിട്ടുള്ള കോൺസെൻട്രേറ്റഡ് ഫോർമാലിൻ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 40% ഫോർമാലിനാണ്. നമ്മൾ കോമൺലി ഹിസ്റ്റോപാത്തോളജിയിൽ യൂസ് ചെയ്യുന്ന കോൺസെൻട്രേഷൻ എത്രയാണെന്ന് ചോദിച്ചാൽ അത് 10% ആണ്. ഇനി പോട്ടെ, ഇനി സൈറ്റോളജിയിൽ യൂസ് ചെയ്യുന്ന കോമൺലി യൂസ് ചെയ്യുന്ന ഫിക്സേറ്റീവ് ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് 95% എത്തനോൾ ആണ് നമുക്ക് അധികം പറയാറുള്ളത് കേട്ടോ. 95% എത്തനോൾ ഓർ ഈഥൈൽ ആൽക്കഹോൾ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ദ ബ്ലൂ ഹബ് of disposable needle indicate option A 22 gauge, option B 21 gauge, option C 23 gauge, option D 26 gauge. ബ്ലൂ ഹബ്, നമ്മളൊരു നീഡിൽ, ഡിസ്പോസിബിൾ നീഡിൽ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഹബിൽ കളർ കോഡ്സ് വരുന്നുണ്ട്. സോ അതിൽ ബ്ലൂ കളർ എന്ന് പറയുന്നത് 23 ഗോജ് സൈസിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, ബ്ലൂ ഹബ് ഏതാണ്? 23 ഗോജ് സൈസാണ്. ഈ 23 ഗോജ് സൈസ് നമ്മൾ എപ്പോഴാണ് കോമൺലി യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടികളുടെ കേസിൽ, ചിൽഡ്രൻസിൻ്റെ. കാരണം കോമൺലി നമുക്ക് ഒന്നെങ്കിൽ 20, റുട്ടീനായിട്ട് 20, ഒരു അഡൽട്ടിൻ്റെ കേസിൽ 22 അല്ലെങ്കിൽ 21 ആണ് കോമൺലി നമ്മൾ യൂസ് ചെയ്യുക. 22 യൂസ് ചെയ്യുക അല്ലെങ്കിൽ 21 യൂസ് ചെയ്യുക. പക്ഷേ കുട്ടികളുടെ കേസിൽ നമ്മൾ കുറച്ചും കൂടി നീഡിൽ, ചെറിയ നീഡിലാണ് യൂസ് ചെയ്യുക അല്ലേ. ചെറുതാവുമ്പോൾ ഗോജ് നമ്പർ കൂടുക ചെയ്യുക. നേരെ ഓപ്പോസിറ്റ് ആണ് വരുന്നത്. സോ അപ്പോൾ 23, അതും സ്ഥിരം ചോദിച്ചിട്ടുള്ള കേസിലാണ്. കുട്ടികളുടെ കേസിൽ നമ്മൾ ഏത് നീഡിലാണ് യൂസ് ചെയ്യാറുള്ളതെന്ന് ചോദിച്ചാൽ അത് 23 ഗോജ് സൈസാണ്. റുട്ടീനിൽ യൂസ് ചെയ്യുമ്പോൾ 22 അല്ലെങ്കിൽ 21 നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ഫോളോവിങ് ആർ ബയോളജിക്കൽ ഹസാർഡ് എക്സെപ്റ്റ് ഓപ്ഷൻ എ അനീമിയ, ഓപ്ഷൻ ബി എയ്ഡ്സ്, ഓപ്ഷൻ സി ഹെപ്പറ്റൈറ്റിസ്, ഓപ്ഷൻ ഡി ട്യൂബർകുലോസിസ്. ഏതാണ് ഹസാർഡ്? ബയോളജിക്കൽ ഹസാർഡ് അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത് അനീമിയ. കാരണം എന്താണ്? ബാക്കിയുള്ള എയ്ഡ്സ്, ട്യൂബർകുലോസിസ്, ഹെപ്പറ്റൈറ്റിസ് എല്ലാം ബയോളജിക്കൽ ഹസാർഡാണ് അല്ലേ. ബയോളജിക്കൽ ഹസാർഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈസിലി ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ട്രാൻസ്ഫ്യൂസ് ചെയ്യുന്ന കണ്ടീഷൻസ് ആണ്, അല്ലെങ്കിൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന കണ്ടീഷൻസ് ആണ്. സോ ഇതൊക്കെ, ഈ സാമ്പിളൊക്കെ, ഇതൊക്കെ ഓൾറെഡി എയ്ഡ്സ് പേഷ്യൻറ്റിൻ്റെ സാമ്പിളാണ്, ടി ബി പേഷ്യൻറ്റിൻ്റെ സാമ്പിളാണ്, ഹെപ്പറ്റൈറ്റിസ് പേഷ്യൻറ്റിൻ്റെ സാമ്പിളാണെന്ന് നമുക്ക് അറിയുകയാണെങ്കിൽ നമ്മളൊരു ബയോളജിക്കൽ ഹസാർഡിൻ്റെ സിമ്പിൾ ഒട്ടിച്ച ഒരു സിമ്പിൾ ഉള്ള ബോട്ടിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ട്രാൻസ്ഫ്യൂസ് ചെയ്യുക. അല്ലെങ്കിൽ ആ ഒരു ബോട്ടിൽ നമ്മൾ ഈ ഒരു ബയോളജിക്കൽ ഹസാർഡിൻ്റെ സിമ്പിൾ ഒട്ടിക്കാറുണ്ട് അല്ലേ. പക്ഷേ ഒരു അനീമിയ ഉള്ള പേഷ്യൻറ്റിൻ്റെ ബോട്ടിൽ നമ്മളത് ഒട്ടിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, ഒരിക്കലും. അനീമിയ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന കണ്ടീഷൻ അല്ല. ഓക്കെ, സോ അപ്പോൾ ബാക്കിയുള്ള ഈ കേസുകളൊക്കെ ഒരു ബയോളജിക്കൽ ഹസാർഡാണ്. അനീമിയ ഒരു ബയോളജിക്കൽ ഹസാർഡ് അല്ല. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് വേറെ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് മറ്റൊരു ദിവസം ഡിസ്കസ് ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. താങ്ക് യു.